ഇറ്റ് ഈസ് ആൾവേസ് കോച്ചിങ് ആണ്. ടീച്ചിങ് അല്ലാതെ കോച്ചിങ് ആണ്. അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. എന്നെ പോലെ ഇപ്പോൾ ഇതേ അവസ്ഥയിൽ കൂടെ പോണ ഒരുപാട് കുട്ടികൾ ഇവിടെ കാണും. വേണോ വേണ്ടേന്ന് മൈൻഡിൽ രണ്ടവസ്ഥയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് ഇങ്ങനെ വന്ന് പഠിക്കണം എന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് പഠിക്കണം. അതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു റൈറ്റ് ഡിസിഷൻ. നമ്മളൊരു 7 അല്ലെങ്കിൽ 8 മാസം കൊണ്ട് നമ്മുടെ ലൈഫ് സെറ്റിൽ ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എക്സാമിനേഷൻ്റെ അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA അല്ലേ, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഇതിനൊക്കെ പറയും. പക്ഷേ CSE വഴി ജോലി മേടിച്ചെടുക്കുന്ന ആൾക്കാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ മേഘയായിരിക്കും. 20 കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഡിഗ്രി പോലും കഴിഞ്ഞിട്ടില്ല, കൊച്ചു ജോലി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ PYQ തന്നെയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. PYQ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8-10 വട്ടം ഈ റാങ്ക് ഫയൽ തന്നെ റിവൈസ് ചെയ്തിട്ട് അങ്ങനെ വീണ്ടും റിവൈസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ലൈഫിൽ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഈ കോച്ചിങ്ങിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി വരാൻ തിരുവനന്തപുരത്തേക്ക്. നമുക്ക് സഹകരണ മേഖലയിലെ ജോലിയായിട്ട് തിരിച്ചു പോകാം. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടില്ല, എന്നാൽ കൂടിയും നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ചിൽ നിന്നും ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള CSEB എക്സാമിനേഷൻ ഒറ്റ എക്സാമിനേഷനിലൂടെ റാങ്ക് ലിസ്റ്റിലേക്ക് വരികയും ഇപ്പോൾ അഡ്വൈസ് ഇങ്ങനെ മേടിച്ച് ഒരു മാസം 5-10 ദിവസമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രഷേഴ്സ് ആയിട്ട് CSEBിലേക്ക് വരുന്ന ഒരു കൂട്ടുകാരോടൊപ്പമാണ് സഹകാരിയുള്ളത്. എല്ലാവരും നമ്മുടെ ട്രിവാൻഡ്രത്ത് ഓഫ്ലൈൻ ബാച്ച്, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന ആളുണ്ട്, കൊല്ലത്ത് നിന്ന് വന്ന ആളുണ്ട്, അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ട്, പ്രായം കൂടിയ ആൾക്കാരുണ്ട്. എല്ലാവരുടെയും സ്റ്റോറി ഇത്തിരി ലെങ്തി സ്റ്റോറിയാണ്. എല്ലാം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സ്റ്റോറീസ് എല്ലാം വരുന്നുണ്ട്. എന്നാൽ കൂടിയും നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മുടെ ഈ സന്തോഷം നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഡിഫറൻ്റ് ആണ്, യുണീക്കാണ് അവരുടേതായ ഒരു വഴികളിൽ. അപ്പോൾ ആ യുണീക്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ആരും തുടങ്ങാം? ആദ്യം അലീനയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ബിന്ദു ഇവിടെ പറഞ്ഞ കാര്യമാണ്. ദൈവം നേരത്തെ തന്നെ ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കും അല്ലേ ബിന്ദു? അപ്പൊ ആ ഒരു സീനിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. അലീനയ്ക്ക് ഏറ്റവും കീ ആയിട്ട് അലീനയെ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അലീന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തു വന്നു എന്നുള്ളതാണ്. അലീനയുടെ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു അലീന? വീട് കംഫർട്ട് സോൺ ആയിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് കുടിയേറുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. അവിടെ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള എക്സ്പീരിയൻസ്. തിരുവനന്തപുരത്ത് നല്ല എക്സ്പീരിയൻസുകളാണ്. കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അത് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ പോലും പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് വരുമെന്നും പറഞ്ഞ് വിളിച്ച് അവിടെ നിന്ന് ഒരുമിച്ച് പഠിക്കാം, അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡി ആയിട്ട് ഫോണിൽ കൂടെ പഠിക്കാം. ഈ നമ്മൾ വീട്ടിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒറ്റപ്പെടൽ കൂടുതലാണ്. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പും എല്ലാം കൊണ്ടും സപ്പോർട്ടുള്ള ഒരു സ്ഥലമാണ് എനിക്ക്. തിരുവനന്തപുരത്തേക്ക് വന്നിട്ട് ആക്ച്വലി ഇപ്പൊ എനിക്ക് തോന്നുന്നു 4 വർഷം ആവുന്നല്ലേ? 4 വർഷം ആകുന്നു. അപ്പൊ അതിനിടയ്ക്ക് പിന്നെ ആദ്യം നമ്മൾ വന്നത് UPSC പ്രിപ്പറേഷനായിട്ട് വന്നത്. അതിനുശേഷം സഹകരണ മേഖലയ്ക്ക് വരുന്നത് ആര് പറഞ്ഞിട്ടാണ്? വീട്ടിലെ തന്നെ റിലേറ്റീവ് പറഞ്ഞിട്ടാണ് സഹകരണ മേഖലയ്ക്ക് വരുന്നത്. സഹകരണ മേഖലയിട്ട് വന്നു. അതിനുവേണ്ടി HDC പഠിച്ചത്. HDC പഠിച്ചു. അവിടെയും HDC പഠിച്ചെടുത്തും നല്ല സപ്പോർട്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതും തിരുവനന്തപുരത്ത് തന്നെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഇപ്പൊ നിലവിൽ ഇപ്പൊ ജോലി ചെയ്യുന്ന എവിടെയാണ്? അർബനിലാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, തിരുവനന്തപുരത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഉടൻ തന്നെ എറണാകുളത്ത് തിരിച്ചു പോകും. അപ്പോൾ കുട്ടികൾക്കുള്ള മെസ്സേജ് ഇതാണ്, ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. അങ്ങനെ കംഫർട്ട് സോൺ മുറിച്ചു വന്ന അടുത്ത ആളാണ് അക്ഷയ്. എന്റെ കംഫർട്ടും ഇതേപോലെ വീട് ഒരു കംഫർട്ട്. അതെ അതെ, ഒരു ജോലി, നിലവിലുള്ള ജോലി കളഞ്ഞിട്ട് മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ട്, അതായത് അത് ലീവ് തന്നില്ലല്ലേ അവിടെ? അല്ല, ലീവ് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ നമുക്കൊരു ഒരു കരിയറിൽ ഒരു പ്രോഗ്രസ് ഇല്ലാന്ന് തോന്നിയപ്പോഴത്തേക്കാണ് പിന്നെ എന്തായാലും പിന്നെ ഒരു ഭാവിയിൽ നമുക്കൊരു വിഷമം തോന്നരുത്, നമ്മളൊരു ചാൻസ് കിട്ടിയിട്ട് ചെയ്തില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നെ എന്തായാലും അങ്ങനെ ആ ഒരു ബ്രേവ് ഡിസിഷൻ എടുത്ത് വന്ന നമ്മുടെ ചെറുക്കനാണ് അക്ഷയ്. അപ്പോൾ അക്ഷയ്ക്ക് എന്താണ് നമ്മുടെ പിള്ളേരോട് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്നെ പോലെ ഇപ്പോൾ ഇതേ അവസ്ഥയിൽ കൂടെ പോണ ഒരുപാട് കുട്ടികൾ ഇവിടെ കാണും. അപ്പോൾ ഈ വേണോ വേണ്ടേന്ന് മൈൻഡിൽ രണ്ടവസ്ഥയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ അത് ഇങ്ങനെ വന്ന് പഠിക്കണം എന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് പഠിക്കണം. അതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു റൈറ്റ് ഡിസിഷൻ. എടുക്കുക, നിങ്ങൾ ആ ഒരു ടേക്ക് യുവർ കോൾ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വിവേകാണ്. വിവേകൻ എന്ന് പറയുമ്പോഴത്തേക്ക് വിവേകിൻ്റെ വീട്ടിൽ വിവേക് 8 മാസത്തെ കോഴ്സാണ് വന്നത്. അപ്പോൾ കോഴ്സ് പകുതി ആയപ്പോഴത്തേക്ക് ആദ്യത്തെ പരീക്ഷ തന്നെ
ലിസ്റ്റിൽ വരികയും ഇപ്പൊ നിലവിൽ 3 ബാങ്കിലേക്ക് നീ ജോലി ചെയ്തത്. 3ാമത്തെ ബാങ്കല്ലേ? മൂന്നാമത്തെ ബാങ്ക്. നമ്മുടെ കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ട്രോഫി നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് നമ്മുടെ ഓഫ്ലൈനിലെ ട്രോഫി മന്ത്ലിയുടെ അല്ലടാ, എത്ര റെക്കോർഡാണ് 7 ട്രോഫി അവന്റെ വീട്ടിൽ പോയിട്ട്. അപ്പൊ നമ്മള് മന്ത്ലി ട്രോഫി വീട്ടിൽ കൊടുത്തുവിടും, വീക്കിലി കൊടുക്കാറില്ല. വീക്കിലി അവിടെ വെച്ച ട്രോഫിയാണ്. വലിയൊരു ഷീൽഡ് നമുക്കിപ്പോ കൃത്യമായിട്ട് നിങ്ങളെ വിജയത്തിലേക്ക് എത്തതിന് ശേഷമുള്ള ഷീൽഡ് കൊടുക്കുന്ന ദിവസമാണെന്ന്. അപ്പം വിവേകെ, എന്താണ് വിവേകിന്റെ കീ ടേക്ക് അവേ നമ്മുടെ കുട്ടിയെ വേണ്ടിയിട്ട്? സാർ, എൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ സഹകാരിയിൽ പഠിപ്പിച്ചിട്ടുള്ള എല്ലാം അന്നന്ന് തന്നെ ഞാൻ മാക്സിമം ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. അതായത് ഇപ്പം ഇന്ന് പഠിപ്പിക്കുന്ന എന്താണോ അത് പെൻഡിങ് വെക്കാതെ അന്ന് തന്നെ മാക്സിമം പഠിച്ചു തീർക്കുക. അപ്പം ഇതാണ് ഞാൻ കൂടുതലും ഫോളോ ചെയ്ത രീതി. അത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ PYQ കൂടുതൽ മാക്സിമം നോക്കിപ്പോയി. അപ്പം പുതുതായിട്ട് വരുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, അതായത് പെൻഡിങ് വെക്കാതെ തന്നെ മാക്സിമം അന്നന്ന് തന്നെ പോർഷൻസ് കവർ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ട്. ടോപ്പിക്ക് തീരുന്നതിന് മുന്നേ റാങ്ക് ലിസ്റ്റ് വരാൻ സഹായിച്ചെന്നാണ് നിന്നെ? അത് ഈ PYQ തന്നെയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. PYQ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8-10 വട്ടം ഈ റാങ്ക് ഫയൽ തന്നെ റിവൈസ് ചെയ്തിട്ട് അങ്ങനെ വീണ്ടും റിവൈസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. കാര്യം നമ്മുടെ കയ്യിൽ 1075 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇരിക്കുകയാണ് 160 മാർക്കിന്റെ അല്ലേ? 160. അപ്പൊ തന്നെ എത്ര ക്വസ്റ്റ്യൻ എന്ന് ആലോചിച്ചതൊക്കെ 10 എത്ര 1600 ആയില്ലേ? 1600. അപ്പൊ 100 ആകുമ്പോഴത്തേക്ക് 16,000 ക്വസ്റ്റ്യൻ പോട്ടെ. ഒരു 10-13,000 ക്വസ്റ്റ്യൻ നമ്മുടെ കൈ ഇരിക്കണം. ആ 13,000 ക്വസ്റ്റ്യൻ വളരെ പോയി ചോദ്യം ചോദിക്കാൻ പറ്റൂലേ? അപ്പൊ അത് വളരെ നല്ലൊരു സ്ട്രാറ്റജിയാണ് വിവേകിന്റെ. അപ്പൊ അതുപോലെ ഇനി ഞങ്ങൾക്ക് നമ്മളെ സഹകാരിയുടെ പണ്ട് തൊട്ടേ നമ്മളെ സഹകാരി ഫോളോ ചെയ്യുകയും അതുപോലെ ഉള്ളൊരു കുട്ടിയാണ് സോളി. സോളി ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു, അത് കിട്ടുമെന്നുള്ള ധാരണ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ നമ്മളെല്ലാവരും പറയുന്നതാണ്, എപ്പോഴും പറയുന്നതാണ് ആദ്യത്തെ ഒപ്പിടുന്ന പഠിക്കുക എന്നുള്ളത്. അപ്പൊ സോളി, എന്താണ് പിള്ളേരുടെ അടുത്ത് പറയാനുള്ളത്? ആദ്യത്തെ ഒപ്പിടുന്നത് വരെയും പഠിക്കുക. ഒപ്പിട്ടതിന് ശേഷം അടുത്തുള്ള ബാങ്കുകളിൽ കിട്ടാൻ വേണ്ടിട്ട് വീണ്ടും പഠിക്കുക. ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ JCIക്ക് വേണ്ടി പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക, അടുത്ത JCIക്ക് വേണ്ടി പഠിക്കുക, അതുപോലെ അടുത്ത കേരള ബാങ്കിന് പഠിക്കുക. നിങ്ങളെ എവിടെയാണ് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതുവരെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്കിപ്പോ സോളിയുടെ കാര്യം എടുത്തു വെച്ച് പറയാനുള്ളത്. അപ്പോൾ സോളി ഇപ്പൊ രണ്ടാമത് റീജോയിൻ ചെയ്തിട്ട് ഇപ്പൊ എത്ര മാസം? 3-4 മാസത്തിനകത്തേ ആയിട്ടുള്ളൂ. 4 മാസം കൊണ്ട് നീ എന്തൊക്കെയാണ് ചെയ്തത്? അതായത് 4 മാസം കൊണ്ട് നമ്മൾ നേരത്തെ നീ പഠിച്ചിട്ടുണ്ട്, ശരിയാണ്, നമ്മളെ പഴയ സ്റ്റുഡന്റ് ആണ്, ആ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ 4 മാസം കൊണ്ട് റാങ്ക് ലിസ്റ്റിലേക്ക് വന്നതിന്റെ ഒരു കീ രഹസ്യം എന്തിനാണ്? എക്സാംസ്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് PYQ ആണെങ്കിലും ഫ്രഷ് എക്സാം ആണെങ്കിലും മോഡൽ എക്സാം ആണെങ്കിലും ആപ്പിൽ ഏത് എക്സാം വന്നാലും അതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു എക്സാം പോലും എഴുതാതെ നിന്നിട്ടില്ല. പിന്നെ നമ്മളെ മാരത്തോൺ ലൈവ് ക്ലാസ്സുകൾ മിക്കതും എല്ലാം കാണാറുമുണ്ട്. അപ്പം അതൊക്കെയാണ് അവസാന നിമിഷത്തിൽ നിന്നെ സഹായിച്ചത്. ഓക്കെ, വെരി ഗുഡ് സോളി. അപ്പോൾ പൊഴിക്കുക. അതുപോലെ ഇവിടെ ഒരു റെക്കോർഡ് ഹോൾഡർ ഇരിപ്പുണ്ട്. അപ്പോൾ മേഘയുടെ റെക്കോർഡ് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA അല്ലേ, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ CSEB വഴി ജോലി മേടിച്ചെടുക്കുന്ന ആൾക്കാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് മേഘയായിരിക്കും. കാര്യം നീ എത്രാമത്തെ വയസ്സ് എഴുതി പരീക്ഷ? 20 കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഡിഗ്രി പോലും കഴിഞ്ഞിട്ടില്ല, കൊച്ചു ജോലി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഡിഗ്രി കഴിയുന്നതിന് മുന്നേ നിന്നെ ഈ ഒരു മേഖലയിൽ തള്ളിവിട്ടാരാണ്? അമ്മയാണ് തള്ളിവിട്ടത്. അമ്മയാണ് മേലില് കഴിയുന്ന അമ്മ സഹകാരിയുടെ സ്റ്റുഡന്റ് തന്നെ ആയിരുന്നു. അമ്മ ലാസ്റ്റ് ടൈമിൽ ഒരു ഏജ് ഗ്രൂപ്പിന്റെ സമയത്താണ് വിനിത സഹകാരി ജോയിൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും 40 വരെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഭാഗ്യം മോളിലൂടെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഗ്രിക്ക് പോലും വിടാതല്ലേ? രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നാ മിടുക്കി. അപ്പോൾ ഒരു സൈഡ് ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ട് അതിന്റെ കൂട്ടത്തിൽ കോച്ചിങ്. അപ്പോൾ എന്താണ് നിനക്ക് നമ്മുടെ പിള്ളേരുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പം, ഇപ്പോഴത്തെ നീ ജെൻസി അല്ലേ? ജെൻസി എന്ന് പറയാ. ജെൻസി എന്ന് പറഞ്ഞാൽ നീ 2K അല്ല, അതിനിപ്പുറം അല്ലേ? 2K ആണോ? 2K കിട്ടാണ് കേട്ടാ. അപ്പോഴത്തേക്ക് പൊതുവെ നമുക്ക് സെറ്റിൽ ഡൗൺ ആകാൻ വേണ്ടിയിട്ടുള്ള ചിന്താഗതികൾ കുട്ടികളിൽ വരുന്ന പലപ്പോഴും 24-25 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അതുവരെ എന്ത് ചെയ്യും? അടിച്ച് വിളിച്ചിട്ട് പിന്നെ മതി ജോലി ലൈഫ് എന്നൊക്കെ ആയിരിക്കും. അപ്പൊ അവരോട് പറയാനുള്ള ഈ വരുന്ന ജെൻസി പിള്ളേർക്ക് എന്താ പറയാനുള്ളത്? അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ്. പലരുടെയും വീട്ടിൽ ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള പ്രഷറൊക്കെ ഉണ്ടായിരിക്കും 21 വയസ്സൊക്കെ ആകുമ്പോ അല്ലേ? നിനക്കൊണ്ടാ? ഇല്ല, കണ്ടാ. അത് ജോലി കിട്ടുന്നതിന്റെ, ജോലി മേടിച്ചതിന്റെ ഗുണമാണ്. കാര്യം ഇപ്പൊ അവളെ കാര്യം നോക്കാം, നമുക്കറിയാം. അതിനുള്ളൊരു പ്രാപ്തി എന്റെ കുട്ടിക്ക് വന്നു എന്നുള്ളതാണ്.
അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം. ഇപ്പം ഞാൻ പറയുന്നത് നീ ഒരു വേൾഡ് ട്രിപ്പൊക്കെ പോയതിനു ശേഷം കല്യാണം കഴിച്ചാൽ എല്ലാവർക്കും പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ വേൾഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാം. ബിന്ദു ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമേ സഹകാരി ഓഫ്ലൈൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെരപ്പങ്കോട്ടുനിന്ന് അവിടുത്തെ വട്ടപ്പാറയാണെങ്കിൽ പോവാം അല്ലേ. പിന്നെ എന്നെ തമ്പാനിലോട്ട് മാറിയപ്പോഴത്തേക്ക് എന്നെ ചീത്ത പറഞ്ഞ ആളാണെന്ന്. കാര്യം തമ്പാനൂർ എന്ന് പറയുമ്പോൾ ബിന്ദുവിന് ഒരു വലിയ ഒരു സംഭവമാണ് അല്ലേ, പുറം ലോകമാണ്, വേറെ ലോകമാണ്. അപ്പൊ ഒരു വീട്ടമ്മയ്ക്ക് ഉണ്ടാകേണ്ടുന്ന എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ആദ്യം നമ്മുടെ ഓഫ്ലൈനിൽ അവിടെ നമുക്കൊരു 10-35 കുട്ടികൾ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് അന്ന് വന്ന ആർക്കെങ്കിലും ഇനി കിട്ടാനുണ്ടോ? എല്ലാരും കയറി. യെസ്, അതെ, അന്ന് വന്ന 35 പേര് എല്ലാരും സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞു, കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു വലിയ ഒരു ഔട്ട്കം ആണെന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ നിർത്തിപ്പോയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയാനില്ല. നിർത്തിപ്പോയ ആൾക്കാരുണ്ട്, വീക്കിലി എക്സാമിനേഷൻ വഴക്ക് പറയുമ്പോഴത്തേക്ക് പിണങ്ങിപ്പോയ ആൾക്കാർ ഉണ്ട്. ഈ പ്രഷർ എന്ന് പറഞ്ഞിട്ട് ഈ എക്സാം പ്രഷർ ഒന്നും പറയണ്ട. ഓ കേട്ടോ, അവരൊക്കെ നിങ്ങളിത് കണ്ടോണം. നിങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കാണുക. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഈ കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കണ്ടിന്യൂഷൻ വേണം നമ്മളെ പഠനത്തിൽ. അതേ നമുക്ക് വിജയം കൊണ്ട് തരുള്ളൂ. അത്രയും നമ്മൾ ഹാർഡ് വർക്കും ചെയ്താലേ പറ്റുള്ളൂ, എങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അത് ഉറപ്പായ കാര്യമാണ്. അതുപോലെ ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? എന്റെ ഫാമിലി, നമ്മളെ സഹകാരി, പിന്നെ ഫ്രണ്ട്സ്, അവരെല്ലാരും നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ. ചേച്ചി ഓരോ പ്രാവശ്യം ബാഗുകൾ ചേച്ചി വാ ചേച്ചി വാ എന്ന് വിളിച്ച് കയറ്റിയ അനിയത്തിമാരും അനിയന്മാരുമാണ്. യെസ്, അവരും കൂടെയാണ് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നല്ല ഈ വിജയത്തിന് പിന്നിൽ അവര് തന്നെയാണ്. അതുപോലെ നമ്മുടെ ഗായത്രി അപ്പൊ ഗായത്രി ഇപ്പൊ നിലവില് കോഴ്സ് കംപ്ലീഷൻ ആയി, നമ്മളെ കംപ്ലീറ്റ് ആയി. അപ്പൊ കോഴ്സ് കംപ്ലീഷൻ ആയിട്ട് അഡ്വൈസ് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഇതിനു മുന്നേ തന്നെ നേരത്തെ ഇപ്പൊ കംപ്ലീറ്റ് ആയി, നേരത്തെ തന്നെ ഉള്ള പരീക്ഷകളിൽ ആള് എത്തിയിട്ടുണ്ട്. മൊത്തം എത്ര റാങ്ക് വന്നടാ? 19 സ്ഥലത്ത് വന്നു. എത്ര സ്ഥലത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു? 11 സ്ഥലത്ത്. ഒന്നാം റാങ്ക് എവിടെയാണ്? കോഴിക്കോട്. അപ്പൊ ഇവരെല്ലാം ഒന്നാം റാങ്ക് ഹോൾഡേഴ്സ് ആണ്. അതായത് ഇത് സഹകാരിയുടെ മാഫിയ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ റാങ്ക് ലിസ്റ്റുകൾ അടക്കി ഭരിക്കുന്ന ആൾക്കാരാണ് അവര്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിവേക് ഒരു സ്ഥലത്ത് എടുത്താൽ ഓക്കെ, അടുത്ത സ്ഥലത്ത് ഇവക്ക് എടുക്കാം, അടുത്ത സ്ഥലത്ത് ഇവനെടുക്കാം. അപ്പൊ അങ്ങനെ മാറി മാറി 1ാം റാങ്ക് 2ാം റാങ്ക് 3ാം റാങ്ക് ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം പൊതുവെ കാണും, ദൂരെ പോയാൽ കിട്ടൂലെന്ന്. അതിലൊരാളാണ് കോഴിക്കോട് അർബൻ അല്ലേ നമ്മളെ കോഴിക്കോട് സിറ്റി സർവീസ് കോർപ്പറേഷനിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ നാട്ടിലുള്ള ബാങ്കുകളിലും ഉണ്ട്. എന്താണ് നിന്റെ മെസ്സേജ് കുട്ടിയെ കൊടുക്കാനുള്ള? മെസ്സേജ് പഠിക്കണം. അതായത് ഒരു ഗ്യാപ്പ് ഇല്ലാതെ, എന്നെ സംബന്ധിച്ച് ഞാൻ 4 വർഷം ഗ്യാപ്പ് ഇട്ടു. അതാണ് എനിക്ക് അത് പിന്നെ കയറി വരാനായിട്ട് ഒത്തിരി എനിക്ക് പ്രയാസം. അത് സഹകാരിയിൽ വന്നപ്പം സാറന്മാരുടെ ആയാലും മെന്റേഴ്സിന്റെ ആയാലും ഇത്രയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിപ്പം ഇതുവരെ എത്താൻ പറ്റിയത്. അപ്പൊ എനിക്ക് നിങ്ങൾ എല്ലാവരും പറയാനുള്ളത്, നിങ്ങൾ കുറെ എന്നെങ്കിലും എന്നെ മനസ്സിൽ പ്രാപിക്കണം അല്ലേ. ചിലരെങ്കിലും ഒക്കെ വീക്കിലി എക്സാമിനേഷന്റെ ഇന്ന് ആ കാലം വരും. പേടിയുണ്ട്, സാറ് വന്ന് വഴക്ക് പറയുന്നുള്ള പേടിയുണ്ട്. അല്ലെങ്കിൽ ഈ ഓഫ്ലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെങ്കിലും നിങ്ങൾ കണ്ടോണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ അതിനെ പ്രാപിക്കണം ഒരു ദിവസം. ശനിയാഴ്ച വീട്ടിലേക്ക് പഠിക്കുന്ന തന്നെ സാറ് വന്ന വഴക്ക് പറയുമല്ലോ, എണീച്ച് നിൽക്കണമല്ലോ എന്നുള്ള പേടിയുണ്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്കൊരു അങ്ങനെ തോന്നലൊക്കെ വന്നുകൂടായില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നത് എക്സ്പീരിയൻസ് പഠിക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ആൾവേസ് കോച്ചിങ് ആണ്. ടീച്ചിങ് അല്ലാതെ കോച്ചിങ് ആണ്. അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനകത്ത് പ്രാക്ടീസിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അതുപോലെ റിസൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ തിരിച്ചുള്ള പ്രതികരണം. കാരണം നോർമലി നമുക്ക് സങ്കടം വരും, നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും നിങ്ങൾക്ക് റിസൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ. കാര്യം നമ്മളൊരു 7 അല്ലെങ്കിൽ 8 മാസം കൊണ്ട് നമ്മുടെ ലൈഫ് സെറ്റിൽ ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ എക്സാമിനേഷൻ്റെ അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലൈഫിൽ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഈ കോച്ചിങ്ങിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി വരാൻ തിരുവനന്തപുരത്തേക്ക്. നമുക്ക് സഹകരണ മേഖലയിലെ ജോലിയായിട്ട് തിരിച്ചു പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ലക്ക്.